ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു നല്ലൊരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കൃഷ് ഓഫീസിലേക്ക് ഇറങ്ങാട്ടോ ചെയ്യുന്നത്. അങ്ങനെ സാഗറും സുജുവും കൂടി പറയുന്നുണ്ട്, എന്താടാ നീ തുള്ളിച്ചാടി പോകുന്നത്, ഇത്രമേൽ സന്തോഷം നിനക്ക് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു അത്യാവശ്യ കാര്യമുണ്ട് അമ്മേ എന്ന് പറയുന്നു. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, നീ എന്തോ വലിയ കാര്യം ഞങ്ങളോട് ഞെട്ടിക്കുന്നൊരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണോടോ ഇങ്ങനെ പറയാനായിട്ട് പോകുന്നതെന്ന് പറയുന്നു. അതൊക്കെ ഞങ്ങൾ വീണ്ടും പറയാം, പിന്നെ പറയാം അമ്മേ അച്ഛ എന്ന് പറയുന്നു. അങ്ങനെ അതെല്ലാം തന്നെ ആഞ്ചമ്മ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ പറയുന്നില്ല, നിങ്ങളിതെല്ലാം റെഡി ആയിക്കോ, ഞാനേ ഒന്ന് ഓഫീസിൽ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് കൃഷി പോകുന്നു കേട്ടോ. എടാ വേഗം വന്നേക്കണേ എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേന് ആൻറ്റിയമ്മയ്ക്ക് സന്തോഷമാവുന്നുണ്ട്, കാരണം പറഞ്ഞില്ലല്ലോ. അതിനുശേഷം തന്നെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ ലാലി അങ്ങോട്ട് വരുന്നു. ബലരാമനാണ് തൻ്റെ മകനെന്ന് സുജാതയോട് പറയാൻ വേണ്ടിയിട്ടാണ് ലാലി വരുന്നത്. പെട്ടെന്ന് കൃഷിനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും ഞാൻ ഇവിടുത്തെ സുജാതയെ കാണാനായിട്ട് വന്നതാണ്, എങ്ങനെയാണ് സുജാതേനെ അറിയാമെന്ന് കൃഷി തിരിച്ചും ചോദിക്കുമ്പോൾ, അല്ല വഴിയിലൊക്കെ വെച്ച് കണ്ടിട്ടുള്ള പരിചയമുണ്ട്, ഒന്ന് ഇതിലേ വന്നപ്പോൾ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. മോനോ, ഞാൻ സുജാതയുടെ മകനാണെന്ന് പറയുന്നു, പേര് ക്രിസ്സാഗർ എന്ന് പറയുന്നു, നല്ല പേരാണ്, മിടുക്കനാണ് കേട്ടോ എന്ന് പറയുന്നു. എന്തായാലും ഞാൻ കണ്ടിട്ട് പോട്ടെ എന്ന് പറയുന്നു. അപ്പോൾ കൃഷ്ണപ്പോൾ ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും ഉടായിപ്പാണോ എന്നുള്ള പ്രശ്നമാണ്. അതിനുശേഷം തന്നെ സുജാതയും സാഗറിനെയും കാണാനായിട്ട് ലാലി അങ്ങോട്ടേക്ക് വരുന്നു. പറയുന്നുണ്ട്, എന്നെ മനസ്സിലായെന്ന് ചോദിക്കുന്നു. അപ്പോൾ സുജു പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായെന്ന് പറയുന്നു സുജു. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, സുജു ആരാന്ന് ചോദിക്കുകയാണ്. ഇത് സാഗറിന് മനസ്സിലായില്ലേ, ഈ സിസ്റ്ററായിരുന്നു നമ്മുടെ മൂത്ത മകൻ്റെ പ്രസവത്തിനൊക്കെ ഉണ്ടായിരുന്നത്. ഓ ഞാനിപ്പോൾ ഓർക്കുന്നു എന്ന് പറയുന്നു. എന്താ ഇങ്ങോട്ട് വന്നത്, വരൂ ഇരിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അന്ന് ചോദിക്കാൻ മറന്നു, ചേച്ചിയുടെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ പേര് ലാലിയാണെന്നാണ് പറയുന്നു. പിന്നെ ആ ഒരു വിശേഷങ്ങളൊക്കെ പറയട്ടോ, ഞങ്ങളുടെ ഞങ്ങളുടെ മൂത്ത മോനെ കുറിച്ച് എപ്പോഴും ഞങ്ങൾ ചിന്തിക്കും, പക്ഷേ അതിൻ്റെ മുഖച്ഛായയായിട്ട് ഞങ്ങൾക്ക് വേറൊരു മോനിവിടെ വന്നു. അവനൊരു ചതിയനായിരുന്നു, ബലരാമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, പക്ഷേ അവൻ ഞങ്ങളെ ചതിക്കുമായിരുന്നെന്ന് പറയുന്നു. സിസ്റ്റർ അന്ന് ഞങ്ങളുടെ മകൻ്റെ മുഖം കാണിച്ചു തന്നില്ല, അതിപ്പോൾ നന്നായി എന്ന് വിചാരിക്കുന്നു. ആ മുഖത്തോട് സാമ്യമില്ലാത്ത ഒരു മുഖവും ഞങ്ങൾക്ക് കാണണ്ട എന്ന രീതിയിലൊക്കെ സുജു പറയുന്നു കേട്ടോ. അവൻ ഞങ്ങളെ ചതിച്ചു, ഇപ്പം ഞങ്ങളുടെ മകൻ ഞങ്ങൾ ജർമ്മനിയിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നു, എന്താണ് പ്രശ്നമെന്ന് ലാലി വീണ്ടും ചോദിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ മകൾ ആക്സിഡൻ്റായി, തീരെ ഇപ്പോൾ കോമ സ്റ്റേജിലാണ് അവൾ, പെട്ടെന്ന് തന്നെ ജർമ്മനിയിൽ എത്തിച്ചാൽ അസുഖം മാറ്റി കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാട്ടോ ചെയ്യുന്നത് എന്ന് പറയുന്ന ലാലിയോട്. അതിൻ്റെ വേണ്ടിയുള്ള തിരക്കാണ്, ഞങ്ങളുടെ മൂത്ത മകനെ ഞങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ ഈ രണ്ട് മക്കളെ കിട്ടിയിട്ടാണ് ഞങ്ങൾ സന്തോഷിച്ചത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ലാലിയോട്. അപ്പോൾ ലാലിക്കും തന്നെ കുറച്ചൊക്കെ വിഷമാവുന്നുണ്ട്, കാരണം ലാലിയാണല്ലോ ബലരാമൻ അവരിൽ നിന്ന് തട്ടിയെടുത്തത് എന്നോർത്തിട്ട്. അതിനുശേഷം തന്നെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് പറയാൻ വന്ന കാര്യങ്ങളൊന്നും ലാലിക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ, പിന്നീടാവട്ടെ, ഇനി നിങ്ങൾ എന്തായാലും ജർമ്മനിയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ തയ്യാറായിക്കോളൂ, വന്നതിന് ശേഷം വീണ്ടും നമുക്ക് കാണാമെന്ന് സുജുവിനോടും സാഗറിനോടും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിനും ലാലി സിസ്റ്ററിൻ്റെ നമ്പർ ഒന്ന് തരുമെന്ന് ചോദിക്കുകയാണ്. ഞാനങ്ങനെ ഫോൺ യൂസ് ചെയ്യാത്ത ഒരാളാണ്, എന്തായാലും നിങ്ങൾ വന്നതിന് ശേഷം ഞാൻ എന്തായാലും നിങ്ങളെ കാണാനായിട്ട് വരാമെന്നും ലാലി അവരോട് പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം തന്നെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നുള്ള ആൻറ്റിയമ്മയ്ക്ക് മനസ്സിലാവുകയാണ്. അതിനുശേഷം തന്നെ അതിട്ട് പോയതിന് ശേഷം തന്നെ ഇവരെന്താ പറയാൻ വന്ന കാര്യം പറയാതെ പോയത് സാഗർ എന്ന് സുജു ചോദിക്കുന്നു. എന്താണെന്നറിയില്ല. അപ്പോഴത്തേനും ആൻറ്റിയമ്മ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ എനിക്കത് മനസ്സിലായി, ഇവർ വന്നിട്ടുള്ളത് വേറെ എന്തോ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ്. എന്തായാലും ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണത് എന്നറിയില്ല, ഒരു അപകടം എനിക്ക് മണക്കുന്നു എന്ന രീതിയിലൊക്കെ ആൻറ്റിയമ്മ പറയുന്നു. അത് കേട്ട സുജു തളർന്നു പോകാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം കമ്പനിയിൽ തന്നെയാണ് കാണിക്കുന്നത്, അലിയയിൽ. അതിന് കൺമണി വരുന്ന സമയത്ത് തന്നെ കൃഷ്ണൻ കൺമണിയും കൂടി സംസാരിക്കുന്നു. കൃഷ്ണമണി എന്ന് വിളിക്കേട്ടോ. സാറാണോ വിളിച്ചത് എന്ന് പറയുന്നു. സാറേ, ഇത് ഓഫീസാണ്, ഇവിടെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വിളിച്ചാൽ ഞാൻ ഇനി തന്നെ എപ്പോൾ കണ്ടാലും കൺമണി എന്ന് തന്നെ വിളിക്കുള്ളൂ, എനിക്ക് അങ്ങനെ വിളിക്കാനേ സാധിക്കുകയുള്ളൂ കൺമണി എന്ന് പറയുന്നു. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു സർപ്രൈസ് എന്ന് പറയുന്നു. അത് ഒന്നൊന്നര സർപ്രൈസ് ആയിരുന്നു സർ, എനിക്കത് വിശ്വസിക്കാനേ പറ്റിയില്ല എന്ന് പറയുക കേട്ടോ കൺമണി. ഇതൊക്കെ സിമ്പിളല്ലേ, ഇതൊക്കെ വലിയൊരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനേക്കാൾ വലിയൊരു സർപ്രൈസ് വരുമ്പോൾ എങ്ങനെ താങ്ങാൻ കഴിയും എൻ്റെ കൺമണിക്ക് എന്ന് പറയുന്നു. എന്തായാലും നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ഇടി പെണ്ണെ ചെയ്യേണ്ടത്, എല്ലാം നിനക്ക് വേണ്ടി തന്നെയല്ലേ ചെയ്യുന്നത്, ഈ കമ്പനിയൊക്കെ നിനക്കുള്ളത് തന്നെയല്ലേ, ഇനി നമ്മൾ രണ്ടുപേരുമാണ് ഇത് നോക്കി നടത്തേണ്ടതും എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ചിലപ്പോൾ ഞാൻ പരിസരം മറന്നു എന്ന് വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. സർ, ഇതൊരു ഓഫീസാണെന്ന് മനസ്സിലാക്കിക്കോ എന്ന രീതിയിലും കൺമണി പറയുന്നുണ്ട്. എന്തായാലും അടുത്തൊരു സർപ്രൈസിന് വേണ്ടി നീ എൻ്റെ കൂടെ തന്നെ വായോ എന്ന് പറയുന്നു. അങ്ങനെ കൺമണിയെ കൂട്ടിക്കൊണ്ട്
ക്യാബിലേക്ക് പോകുന്നു, ചീഫ് ഡിസൈനറുടെ ക്യാബിലേക്ക് പോകുക കേട്ടോ. അങ്ങനെ അവിടെ കൊണ്ടിരുത്തുന്നു. സർ, ഇതെനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇനി സൺമണി ഇവിടെ ഇരുന്നാൽ മതി, ഇനി ആ സ്റ്റാഫിൻ്റെ ഇടയിലൂടെ താൻ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും കൃഷ് കൺമണിയോടായിട്ട് പറയുന്നു. ഒരു സംഭവം തന്നെയാണെന്ന രീതിയിലൊക്കെ കൺമണി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെ കൃഷി പറയുന്നുണ്ട്, എന്തായാലും താൻ ഇവിടെയാണ് ഇരിക്കേണ്ടത്, ഇനി എല്ലാ കാര്യങ്ങളും താനും ഞാനും കൂടി ചേർന്നിട്ടാണ് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ശരി, അപ്പുറത്ത് ഞാനും ഉണ്ടാവും എന്ന് പറയുന്നു. അങ്ങനെ കൃഷ് കൺമണിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം തന്നെ ഫോൺ ചെയ്ത് കൺമണിയോട് സംസാരിക്കുന്നുണ്ട്. ഫോൺ എടുക്കുമെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം ഫോൺ എടുത്തതിന് ശേഷം സംസാരിക്കുന്ന കൃഷ്ണമണി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സാർ എന്തിനാ എന്നെ എപ്പോഴും ഇങ്ങനെ വിളിച്ചിട്ട് എന്നെ കളിയാക്കണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട്. അതൊന്നല്ലടി, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിന്നോട് സംസാരിക്കണം വിചാരിച്ചിട്ട് എന്നോട് സംസാരിച്ചിട്ടും അത് തീരുന്നില്ല പിന്നെ, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നു. പിന്നെ കൺമണി അല്ലാതെ കുറച്ച് പേരും കൂടി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതെന്ത് പേരാ? എന്തിനാ? എനിക്ക് കൺമണി തന്നെ മതി എന്ന് പറയുന്നു. അത് നിനക്ക്, പക്ഷെ ഞാൻ എൻ്റെ പിള്ളേർക്ക് ഇടാൻ വെച്ചിട്ടുള്ള പേരാണ് കേട്ടോ വേറെ കുറച്ച് പേരുകൾ സെലക്ട് ചെയ്ത് വെച്ചത്. ഒന്ന് പോയേ സാറേ, സാർ വെറുതെ തമാശയൊന്നും പറയാൻ നിൽക്കട്ടോ. അത് പറഞ്ഞിട്ട് അവർ നന്നായിട്ട് തന്നെ സംസാരിക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ലാലിയേട്ടനും പറയാതെ തന്നെ തിരിച്ചു പോരുക ചെയ്യുന്നത്. തിരിച്ചു പോകുന്നതിന് ശേഷം തന്നെ അവിടേക്ക് ബലരാമൻ്റെ അമ്മയും അച്ഛനും ഒക്കെ വിളിക്കുന്നുണ്ട്. ലാലി എന്തായി, സാഗറിനോട് സത്യം പറഞ്ഞോ? സാഗർ ബോധം കെട്ട് വീണോ എന്ന് ചോദിക്കുന്നുണ്ട്. സുമിത്രാമി, എനിക്ക് ഒന്നും പറയാൻ സാധിച്ചില്ല. സാഗർ ജർമ്മനിലേക്ക് പോകാനായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്താ നീ പറഞ്ഞത്? നിന്നോടല്ലേ പറഞ്ഞത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിലാണ് നിന്നോട് ഞാൻ പറയാൻ പറഞ്ഞത്. നീ അതും പറഞ്ഞില്ല അല്ലേ? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനിലേക്ക് അവളുടെ മകനെയും കൊണ്ട് അവർ പോകണ്ട, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പറയാൻ പറഞ്ഞത്. നീ അതും പൊളിച്ചില്ലേ? നീ എന്താ ചെയ്തിരിക്കുന്നത്? ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഞങ്ങളെ തന്നെ പറ്റിക്കാനായിട്ട് നിൽക്കുകയാണോ? നീ ആ പൈസ തിരിച്ചു തന്നേക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞു. സുമിത്രാമി, ഞാൻ പറയുന്നത് കേൾക്ക്. ഇല്ല, ഇനി കേൾക്കില്ല. ഇനി ഒറ്റൊരു മാർഗ്ഗം തന്നെ ഉള്ളൂ, ക്രിമിനൽ ലോയറിനെ തന്നെ കാണണം എന്ന രീതിയിലൊക്കെ പറയുന്നു. അതിനുശേഷം തന്നെ ഫോൺ കട്ട് ചെയ്തോ എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നു. അപ്പോഴത്തേന് ഭാഗ്യലക്ഷ്മി അടുക്കി വരുന്നു കേട്ടോ. ഭാഗ്യശ്രീ പറയുന്നുണ്ട്, എന്താ ആ ക്രിമിനൽ വക്കീലിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണെന്ന് പറയുന്നു. എനിക്കൊരു വക്കീലായിട്ടുള്ളൊരു മോളുണ്ടല്ലോ, അവളെ കൊണ്ട് സാധിക്കാത്തത് പുറത്തുനിന്ന് ഒരാൾ ചെയ്യട്ടെ, ബലരാമൻ ഇറക്കി കൊണ്ടുവരുന്ന കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നു. ഏട്ടൻ അങ്ങനെയൊന്നും ഇറങ്ങില്ല. ഏട്ടൻ ഇറങ്ങണമെങ്കിൽ ഒരാൾ വിചാരിക്കണം, അത് സാഗർ സാർ തന്നെ വിചാരിക്കണം, അല്ലാതെ ഇറക്കി കൊണ്ടുവരാൻ സാധിക്കില്ല. കണ്ട വക്കീൽമാരെ, ക്രിമിനലായിട്ടുള്ള വക്കീൽമാരെ സ്വാധീനിച്ചു എന്തിനാ ഇങ്ങനെ? എൻ്റെ അമ്മ മാറിയെന്നാണ് വിചാരിച്ചത്, പക്ഷേ എൻ്റെ അമ്മ ഒരിക്കലും മാറില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറയുന്നു. അപ്പോൾ ഇതിന് ബാലു പറയുന്നു, ഭാഗ്യശ്രീ എന്ന് വിളിക്കുക കേട്ടോ. എന്താ ഞാൻ പറഞ്ഞ സത്യമല്ലേ, നിങ്ങളൊന്നും മാറാനായിട്ട് പോകണില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് പോകുന്നു. അപ്പോഴത്തേനും സുമിത്രയും അതുപോലെ ബാലു സംസാരിക്കുന്നുണ്ട്. നമ്മുടെ മകൾക്ക് അറിയില്ലല്ലോ എന്താണ് അവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത്, അവളങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നടക്കട്ടെ എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ അലികയിൽ കാണിക്കുന്നു. അങ്ങനെ മാനസ് അവിടേക്ക് വരുന്നു. മാനസയ്ക്ക് ദേഷ്യം വരുന്നു. എവിടെ കൺമണി എന്ന് ചോദിക്കുന്നു. കൺമണി വന്നിട്ടുണ്ടല്ലോ, അവൾ ക്യാബിലുണ്ടെന്ന്. രാവിലെ ചെന്നതിന് കൃഷിൻ്റെ ക്യാബിലേക്കാണോ പോയിരിക്കുന്നത് ചോദിക്കുന്നു. അല്ല, കൺമണിയുടെ ക്യാബിലേക്കാണ് പോയിരിക്കുന്നത്. കൺമണിക്ക് ക്യാബിനോ? എന്തൊക്കെയാണ് പറയുന്നത്? അവളെങ്ങ് വിളിച്ചെന്ന് പറയുന്നു. അങ്ങനെ കൺമണിയെ വിളിക്കുക കേട്ടോ ചെയ്യുന്നത്. അത് തന്നെ കൺമണിയെ വിളിക്കേണ്ട സമയത്ത് തന്നെ, കൺമണി നീ എന്താണ് എന്നോട് ചോദിക്കാണ്ടാണോ പുതിയൊരു ക്യാബിനിൽ ഇരിക്കാനായിട്ട് പോയതെന്ന് ചോദിക്കുമ്പോഴത്തേന് ക്രിസ്സാറാണ് എന്നെ ഇരുത്തിയിരിക്കുന്നത്, മേഡം അല്ല എന്ന് പറയുമ്പോൾ, എന്താ അങ്ങനെ ചെയ്യാൻ കാരണം എന്താ കൃഷ്? എന്നോട് ചോദിക്കാതെ ഇവിടെ ഒരു കാര്യങ്ങളും അവൻ ചെയ്യാനായിട്ട് നിൽക്കണ്ട. എന്താ നീ കൃഷിസാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും കേൾക്കുമെന്ന രീതിയിലൊക്കെ മനസ്സ് കൺമണിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു കേട്ടോ. കാണിച്ചു ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയും.